ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകട്ടെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങളാണ് ഇതൊക്കെ. ഞാൻ അവിടെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുങ്ങി ഫോട്ടോ എടുക്കാനും എടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നെടുത്ത ഫോട്ടോസിൽ എനിക്ക് എൻ്റെ ഫോട്ടോസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് എല്ലാവരുന്നെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ് കയറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ചെറിയ മഴക്കാറുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു മഴ പെയ്യുമെന്ന്. കാരണം മഴ പെയ്താൽ നമ്മളിട്ട് പൊട്ടിയല്ലോ വിളിച്ചു പോകുമല്ലോ, കഷ്ടപ്പെട്ട് അടിച്ച് കയറ്റിയതല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ ഈ ചിരി ആയിരുന്നെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിരി മാറിയിട്ടോ. സൂചി കൊത്താനിടയില്ലാത്ത പോലത്തെ തിരക്കായി. പണ്ട് വീട്ടുകാരോട് വഴക്കിട്ട് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വന്നു വിട്ടത് ഈ പട്ടിക്കാട്ടിൽ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ വേണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജീവനും കൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഇതേ പാനിപ്പൂരി കടയിൽ വന്നിട്ടുണ്ട്. ഈ പാനിപ്പൂരിയെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ നേരെ ചെന്നത് സ്റ്റുഡിയോയിലോട്ടാണ്. ഈ സ്റ്റുഡിയോയും പാനിപ്പൂരി കടയൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയ എന്തോ തറവാട്ടിൽ ചെന്ന് കയറുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. വലിയ കാര്യമുണ്ടായിട്ടൊന്നുമല്ല, ഒരു രസം. സാധാരണ നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഒന്നും മേടിക്കാറില്ലെങ്കിലും ഇന്ന് ഞാൻ 99 രൂപയുടെ സ്റ്റഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ അത് മാത്രമല്ല കേട്ടോ, കുറേ ക്യൂട്ട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്കൊന്ന് വാരി എടുക്കാൻ തോന്നിയെങ്കിലും സാമ്പത്തികമാന്യം പോലും ഒന്നും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി ദൈവറ്റുകൾക്ക് എന്തോ ക്ലിപ്പ് മേടിക്കണം എന്ന് പറഞ്ഞ് കുറേ പരതുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കുന്നതല്ലാതെ ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞാട്ടോ ഞങ്ങൾ ഈ മെനു കാർഡ് നോക്കണേ. അവസാനം വെറൈറ്റി ആയിട്ടൊന്നും മേടിച്ചില്ല. നമ്മൾ പുറത്തിറങ്ങിയതിൻ്റെ മെയിൻ ലക്ഷ്യം ഈ കേക്ക് മുറിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അടുത്ത ദിവസം ഇവക്കടെ ബർത്ത്ഡേ സർപ്രൈസ് ആയോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കറിയായിരുന്നു ഞങ്ങൾ കേക്ക് മുറിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ആൾക്കാർ നോക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര നാണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഫുഡ് അന്നേരത്തെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ബർഗറും ഹോട്ട് വിങ്സും ഞങ്ങളുടെ സ്ഥിര സാധനം. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഇത് തന്നെയാണ് മേടിക്കുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാത്തിൻ്റെ അവസ്ഥ ദേ ഇങ്ങനെയാണ്. ഈ ചോക്ലേറ്റിൻ്റെ കേക്കും ഷേക്കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേനും മധുരം കന്നി എല്ലാത്തിൻ്റെ തലയ്ക്ക് മത്ത് പിടിച്ചു. ഒന്ന് ഹോസ്റ്റലിൽ ചെന്ന് കിടന്നാൽ മതിയെന്നേ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓട്ടോ വിളിച്ച് ഹോസ്റ്റലിലോട്ട് പോയി. ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞേ നമ്മുടെ ഓട്ടോ ചേട്ടൻ ഒരു സിഗ്മയാന്ന്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ചേട്ടൻ ഓട്ടോയിൽ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ. ചേട്ടൻ സിഗ്മ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇത്ര പെൺപിള്ളേർ കയറിയത് പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഒരുമാതിരി വണ്ടറിൽ റൈഡ് പോകുന്ന അവസ്ഥയായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഒരുവിധം ഞങ്ങൾ ഭാഗ്യം കൊണ്ട് റൂം ഏതായാലും എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാന്തോമാരുടെ ഭാഗ്യം. പത്രോള് ടാറ്റ.